ഇന്ന് നമുക്ക് അട്ടാണിക്കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കുറച്ച് കുതിർത്ത അട്ടാണി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനാവശ്യമായ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവാളയും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി, 2½ ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1½ ടീസ്പൂൺ മസാലപ്പൊടി. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഓരോന്നും പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഉള്ളി, വേപ്പില കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് എന്നിട്ട് വഴറ്റിയെടുക്കാം. അത് വഴന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് മല്ലിയിലയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അത് നല്ലപോലെ വാടി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട്ടാണിക്കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതെല്ലാം തന്നെ യോജിപ്പിക്കാം. അത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാവുന്നതാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് മൊരിയിച്ച് അതിനകത്തേക്ക് നമുക്കിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നല്ലപോലെ മൊരിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് അട്ടാണിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ അട്ടാണിക്കറി ശരിയായി. നമുക്ക് ഇനി കഴിച്ചാൽ മാത്രം മതി.